ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയ സമൂസയാണ്. എനിവേ, വെൽക്കം ബാക്ക് ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോയ സമൂസ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോയാബീന് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ 2 മീഡിയം സൈസ്ഡ് സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ചില്ലി പൗഡർ, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ നമ്മൾ സോക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോയാബീൻ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് എല്ലാ സോയാബീനും ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ടുള്ള ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ സോയാബീൻ സോട്ട് ചെയ്തെടുക്കണം. സോയാബീൻ വേവുന്നത് വരെ ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കും. അത് ഏകദേശം സോയാബീൻ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് സവാള ഒന്ന് ജസ്റ്റ് സോട്ട് ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കും. അതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സമൂസ ഷീറ്റിലാണ് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്, പശയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓരോ സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സമൂസന്റെ ഷേപ്പിൽ മടക്കി ഫില്ലിങ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ആദ്യത്തത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള മിക്സ് കൊണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ സമൂസ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പൊ നമ്മുടെ സോയ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. And thanks for watching my video. Please like, comment and subscribe my channel.